16ാം കേരള നിയമസഭയിലെ ഗവർണറുടെ ആദ്യത്തെ നയപ്രഖ്യാപന പ്രസംഗം ഇന്നാണ്. വി.ഡി. സതീശൻ സർക്കാരിന്റെ ഈ വർഷത്തെ നയം സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടത്തും. 9 മണിക്കാണ് നയപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ UDF പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ സംബന്ധിച്ച നയങ്ങളിലൂന്നിയായിരിക്കും നയപ്രഖ്യാപന പ്രസംഗം. CP അജിത നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അജിത, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് നമുക്ക് കൗതുകം. നയം പ്രകടന പത്രികയിലൂടെ നമ്മൾ കേട്ടു. അതിന്റെ നടപ്പാക്കൽ രീതിയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറയണം. അപ്പോൾ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് വ്യക്തമാകും. 2, കേന്ദ്രത്തോട് സാമ്പത്തിക സ്ഥിതിയിലടക്കം UDF സർക്കാരിന്റെ, വി.ഡി. സതീശൻ സർക്കാരിന്റെ നയം എന്തായിരിക്കും? എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അതെ, PG പറഞ്ഞ 2 കാര്യങ്ങളും വളരെ പ്രധാനമാണ്. അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും. ഒന്ന്, പുതിയ സർക്കാരാണ്, 10 വർഷത്തിന് ശേഷം വന്ന UDF സർക്കാരാണ്. UDF സർക്കാരിൻ്റെ നയസമീപനം പൊതുവെ എന്തായിരിക്കും എന്നതിൻ്റെ ഒരു പ്രഖ്യാപനം, അത് സംബന്ധിച്ച വ്യക്തമായ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ വലിയ വാഗ്ദാനങ്ങൾ നൽകി പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വലിയ തോതിൽ ജയിച്ചു വന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ ഏതൊക്കെ കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെ ആകാംക്ഷയോട് കൂടി തന്നെ ഉറ്റുനോക്കുന്ന സംഗതിയാണ്. ആദ്യത്തെ മന്ത്രിസഭാ യോഗം തന്നെ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 2 നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു. അതൊന്ന് KSRTCയിൽ സൗജന്യ യാത്രയാണ് സ്ത്രീകൾക്ക്. രണ്ടാമത്തേത് വയോജന നയം സംബന്ധിച്ചാണ്, നിയമം സംബന്ധിച്ചാണ്, വയോജന വകുപ്പ് സംബന്ധിച്ചാണ്. ഇതിൻ്റെ എല്ലാം തുടർ നടപടികൾ ഒരു വശത്ത് നടന്നു വരികയാണ്. ഗതാഗത മന്ത്രി ഈ സൗജന്യ യാത്ര സംബന്ധിച്ച വിശദാംശങ്ങൾ വളരെ കാര്യമായി തന്നെ ചർച്ച ചെയ്യുന്നു. ഇതിൻ്റെ തുടർ നടപടികൾ എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വയോജന നിയമത്തിൻ്റെ വകുപ്പിൻ്റെ കാര്യത്തിൽ അതിൻ്റെ തുടർ നടപടികളിൽ വിശദീകരണം ഉണ്ടാകും. മറ്റൊരു കാര്യമുള്ളത്, ഈ ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അത് പ്രഖ്യാപിച്ചിരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിലൊക്കെ സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്നതിൽ വലിയ തോതിൽ കാത്തിരിക്കുകയാണ്. മാത്രമല്ല, വികസന നയങ്ങളിലും സംസ്ഥാനത്തിൻ്റെ സമഗ്ര വികസനത്തിലുമെല്ലാം LDF സർക്കാരിൻ്റെ പല നയങ്ങളോടും UDF സർക്കാരിന് പ്രകടമായ വിയോജിപ്പുണ്ട്. പ്രത്യക്ഷ സമരത്തിലായിരുന്നു. പലതരത്തിൽ നയപരമായ വിയോജിപ്പുകളുണ്ട്. സിൽവർ ലൈൻ പദ്ധതി തന്നെ റദ്ദാക്കിയ ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന വികസനം എങ്ങനെയാണ് തുടർന്ന് നടത്താൻ UDF സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിലും സുപ്രധാനമായ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, PG സൂചിപ്പിച്ച പോലെ തന്നെ ഇതിന് പിന്നിലെ രാഷ്ട്രീയമാണ്. കഴിഞ്ഞ 10 വർഷം സർക്കാരും ഗവർണറും തുറന്ന പോരിലായിരുന്നു. സമാനതകളില്ലാത്ത പ്രശ്നമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഗവർണർമാർ മാറി മാറി വന്നിട്ടും ഇക്കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. കേന്ദ്ര നയങ്ങൾക്കെതിരെ ഗവർണർ അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും അതിനെ കൃത്യമായിട്ടും സർക്കാർ പക്ഷം അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ്. തെരുവിലേക്ക് വരെ ഈ യുദ്ധം നീളുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ കേന്ദ്രത്തെ വിമർശിക്കുന്ന ഭാഗങ്ങൾ അത് ഗവർണർ വായിക്കാതെ വിടുകയും അതിനെ തുടർന്ന് അന്ന് കക്ഷി നേതാവായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഈ ഒരു പ്രസംഗം കേന്ദ്രത്തെ വിമർശിക്കുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തണം, നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ ഭാഗമാക്കണമെന്ന പ്രമേയം നിയമസഭയിൽ അവതരിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് കേന്ദ്രത്തോടുള്ള സമീപനം എന്താണ് എന്ന കാര്യത്തിലും വളരെ വലിയ രാഷ്ട്രീയ ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ച് കേന്ദ്രത്തെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അത്രയധികം കാര്യമായി ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നയപ്രഖ്യാപനത്തിൽ അത്തരമൊരു സമീപനത്തിലേക്ക് തുടക്കത്തിൽ തന്നെ പോകേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് UDF സർക്കാർ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കേന്ദ്രത്തെ വിമർശിക്കുന്ന ഭാഗങ്ങളുണ്ടോ, കേന്ദ്രത്തോടുള്ള കേരളത്തിൻ്റെ സമീപനം പരാമർശിക്കുന്നുണ്ടോ, അത് ഗവർണർ ഈ നയപ്രഖ്യാപനത്തിൽ പരാമർശിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും രാഷ്ട്രീയ കൗതുകമേറെയാണ്.